മധുരം ജീവാമൃതബിന്ദു. രാഗം കാപ്പിയാണ്, പക്ഷേ കാപ്പിയിൽ മധുരം നിർബന്ധമില്ല. അതെ അതെ, ഇതെന്നെ കാപ്പിക്കാത്തൊരു എരു. ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇതുപോലൊരു ചടങ്ങിന് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇത് തന്നെയാണ് ഇവളും പറഞ്ഞത്. പിന്നെ ആ മുടിക്കുത്തിനെ പിടിച്ച് തല ഭിത്തിക്ക് ചേർത്ത് വെച്ച് ഒരു ഇടി കൊടുത്തപ്പം കാപ്പിയൊക്കെ താനെ ഉണ്ടായി. സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഫലിതപ്രിയനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അല്ല, കാനഡ എങ്ങനെയാ, ഇഷ്ടമാണോ? കാനഡ പിന്നെ താല്പര്യം കാണാതിരിക്കുവോ അല്ലേ? പാസ്പോർട്ടൊക്കെ ഉണ്ട്. ഞാൻ രാഗമാ ഉദ്ദേശിച്ചത്, കാനഡ രാഗം. ഈ അച്ഛൻ അവരെ ഇരുത്തി വെറുപ്പിക്കാണല്ലോ. ഈ മനുഷ്യന്റെ മുടിഞ്ഞൊരു രാഗവിസ്താരം. പാട്ടും നൃത്തവും അഭ്യസിച്ചിട്ടുണ്ടല്ലേ? കുറച്ച്. താനോ? ഞാൻ കളരിയ. ഓഹോ, എങ്കിൽ കാര്യത്തിലേക്ക് വരാം. അതായത് മേളകർത്ത രാഗങ്ങൾ എത്രയെണ്ണം മനഃപ്പാടമാക്കിയിട്ടുണ്ട്? അതിപ്പോ ഒരു 10-300 വരികയല്ലേ? അല്ല, ഈ രാഗങ്ങളാകെ 72 ഉള്ളൂ. രാഗങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം? നീ ആരാ? ഇവന്റെ ആശാന? എടാ ചെറുക്ക, ഇവനെ പടിയടച്ച് പിണ്ടം വെച്ചാലേ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എടാ ഒന്ന് അടങ്ങ്. അമ്മായി ഇറങ്ങാം. ഇരിക്കേ, ഞാൻ പെട്ടിയെടുക്കാം. അമ്മ, അച്ഛനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോത്തേ ഉള്ളൂ. കോരമോട് അതെ, പെരുന്തച്ചനോ? ഇരിക്കുന്നത് പെണ്ണ് കാണാൻ വേണ്ടി വന്ന എന്റെ അനിയൻ കൃഷ്ണുണ്ണിയാണ്. അല്ലാതെ നവരാത്രി സംഗീതോത്സവത്തിൽ പാട്ട് പാടാൻ വന്ന ചെമ്പൈസ്വാമി അല്ല. മനസ്സിലായി പെണ്ണിതച്ചന്? അതായത് ശരിയാൻ പോകുന്നില്ല. എടക്ക് ഈ കല്യാണം അങ്ങനെ നടന്ന നീ പാടി പാടി തൊണ്ട പൊട്ടി ചാവും. മംഗളം പാടിയിട്ട് ഇറങ്ങിയ പോരെ? എന്തു പറയുന്നു? അമ്മായി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി കുടുംബക്കാരെ പറ്റിയൊക്കെ നല്ലോണം തിരക്കിട്ട് മതി ഇറങ്ങി പുറപ്പെടാൻ. അമ്മേ, അവരൊക്കെ ദാങ്ങ എത്തിയല്ലോ. എന്റെ ഭഗവതി, ഇതെങ്കിലും ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. അതെ പോരെ. കുഞ്ഞലിയോ പെങ്കൊച്ചെങ്ങനെ ഉറപ്പിക്കാവോ? ആണോ? എന്താ എടുത്തി? എന്താ വല്ലാതിരിക്കുന്നേ? ഇഷ്ടമായില്ലേ? ഒരാപതുണ്ടായിട്ടല്ല ഞാൻ ഇതിനൊക്കെ ഇറങ്ങി നടക്കുന്നത്. നല്ലൊരു പെങ്കൊച്ചിനെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ അതൊരു പുണ്യപ്രവൃത്തി ആവുമല്ലോ എന്നും കരുതിയ. അല്ലമ്മായി, ഒരു മുഴുപ്രാന്തന്റെ മോളെയാണോ ഇവനെ കൊണ്ട് കെട്ടിക്കേണ്ടത്? ഇതൊക്കെ നേരത്തെ അറിയണമെങ്കിൽ ഞാൻ നിന്നെയൊക്കെ കെട്ടിയെന്നളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നോടാ. അയ്യോ, അപ്പൊ ശരിക്കും ഭ്രാന്തനായിരുന്നോ? ശരിക്കും ഭ്രാന്തനാണോ ഡ്യൂപ്ലിക്കേറ്റ് ഭ്രാന്തനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. സംഗീതത്തിൽ ഏതാണ്ട് സംശയമൊക്കെ ഇവനോട് ചോദിച്ചു. കാനഡ എന്നോ അമേരിക്ക എന്നോ. ചിരിച്ചോ, ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. പക്ഷെ ഇവന്റെ കല്യാണം അത് ഞാനേ നടത്തും. ഇവനെ ഭാവിയിലെ യേശുദാസ. എന്താടാ? അയ്യോ, ചായ കിട്ടിയില്ല. ഇപ്പൊ എടുക്കാം. ആർക്കാടാ സ്പെഷ്യൽ ചായ? ഇത് മോഹൻകുമാർ സാറിന്. ഈ പടത്തിൽ അഭിനയിച്ച മോഹൻകുമാർ സാറിനെ. ഓ, മോഹൻകുമാറിന് അണ്ണാ ഇന്റർവെല്ലിന് കൊണ്ട് കൊടുത്തു. ഇപ്പൊ ക്ലൈമാക്സ് ആവാറായില്ലേ? ആർക്കറിയാം ഇയാള് നാളെ ചെറിയ വല്ല സൂപ്പർ സ്റ്റാറും ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ ഒരു പിടി. നീ എന്താടാ പറഞ്ഞത്? നാളെ ആയെങ്കിലോ ഒന്നു? എടാ, അയാള് സ്റ്റാർ ആയിരുന്നടാ. എണ്ണം പറഞ്ഞ 10-28 പടങ്ങളില് അയാള് ഹീറോ ആയിരുന്നു. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വന്ന് കളം തൂത്തുവാരിയതോടുകൂടി വാഷ് ഔട്ടായി പോയ നടന്മാരിൽ ഇയാളും ഉൾപ്പെടും. ബെസ്റ്റ്. ഇപ്പോ 10-30 വർഷമായിട്ട് ഒരു സിനിമയിലോ സീരിയലിലോ ഒന്നും ഇയാളെ കണ്ടിട്ടില്ല. ഇങ്ങനെയും കുറെ നടന്മാരുണ്ട്. റിങ് പോകുന്നുണ്ട്, സംസാരിച്ചോളൂ. അച്ഛാ ഫോൺ കെട്ടിയിരുന്നു അച്ഛാ. അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല. അച്ഛൻ ഒരിക്കലും നിന്നെ ശപിച്ചിട്ടില്ല. എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത എന്തോ ഒരു വലിയ നിവൃത്തികേട് കൊണ്ടാണ് നീ എന്നെ വേണ്ടെന്ന് വെച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. പടം കൊള്ളാം, പക്ഷേ ഈ സിനിമയില് സാറിന് ചെയ്യാൻ മാത്രം വലിയ റോളൊന്നുമില്ലല്ലോ. ഈ സംവിധായകന്റെ എല്ലാ പടത്തിനും നായകന് സ്റ്റേറ്റ് അവാർഡ് കിട്ടും. അതുകൊണ്ട് ഇതാണ്, അല്ലെങ്കിൽ എന്റെ പട്ടി ചെയ്യും. ഇതിന് അവാർഡൊക്കെ കിട്ടും, പക്ഷേ നായകൻ അയാളല്ലേ. കഥ പറയുമ്പോ ഞാനായിരുന്നു നായകൻ. എനിക്കത് മതി. പ്ലീസ് ചമര, നിന്റെ മോക്ക് എത്ര
വയസ്സായി. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ ഒന്ന് കാണാം. അച്ഛൻ വരാം. ഞാനൊന്നും കൊണ്ടുവന്നില്ല, കൊച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേ. ആ നിങ്ങൾ പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അഭിലാഷേ കൊടുക്കണ്ട പൊന്നെ അഭിലാഷേ? ആ വെറും 30 സെക്കൻഡ് അല്ലേ, കൊടുക്കണ്ട അഭിലാഷേ. ഇന്നത്തെ കുളിക്കാൻ ചൂടുവെള്ളം. എന്റെ അഭിലാഷത്തിന് കൊടുക്കുന്നേ. സ്തുതിയായിരിക്കട്ടെ ചോ. എവിടാ കൂട്ടി കേറിയോ? ആ കേറി 3-4 പാട്ടുകൾ നോക്കാനുണ്ട്. അടുത്ത ആഴ്ച ഒരു ഭക്തിഗാനം വളയണ്ടേ കൊളമാവില്. കൊളമാവിലോ? കൊളമാക്കല്ലേ, നല്ല ഇടിയന്മാരുള്ള സ്ഥലവാ. ഈ ചളു പഠിക്കാനാണോ അച്ഛൻ എന്നെ വിളിച്ചത്? അല്ലടാ, നീ അന്ന് കൊയർ പഠിപ്പിക്കാൻ വന്നപ്പോ എന്റെ ഒരു പരിചയക്കാരൻ കൊച്ചച്ഛൻ ഫാദർ ജെയ്സനെ കണ്ടില്ലായിരുന്നു? ആ അച്ഛന്റെ ഇടവക്കാരൻ ഒരുത്തൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു TV ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന്. അവിടെ ഒരു പാട്ട് പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ. പ്രതീഷ് എന്ന അവന്റെ പേര്. നമ്പർ ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചേക്കാം. എന്നാ ഏതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നാളെ അവിടെ പോണം. ഏറ്റല്ലോ? ഓ ശരി, ഏറ്റു. നെക്സ്റ്റ്. ഇവിടെ പേരും സൈനും. ഓക്കെ ആണോ നോക്കൂ. ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷ് അകത്ത് കൺസോളുണ്ട്. സർ കണ്ടസ്റ്റന്റ് ആണോ? അതെ. കുട്ടി പാടാൻ വന്നാണോ? പണ്ട് ഞങ്ങളുടെ കോളേജിൽ സർ മലയാളം ഗ്രൂപ്പ് സോങ് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സമയമുള്ളപ്പോൾ വെറുതെ സമയം കളയാൻ വേണ്ടി. ഹലോ, ഇവിടെ നിന്ന് പഞ്ചാരടിക്കാതെ അകത്തേക്ക് ഇല്ല. അല്ല, എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷിന്റെ ഫ്രണ്ടാ. ശരി, അടുത്ത ആള്. അനീഷേ സർ, ഇത് ഉയരെ അല്ല ഉയരെയാണ്. ഉയര് പോകുമ്പോഴാണ് നമ്മൾ മേപ്പോട്ട് കാണിക്കേണ്ടത്. ലിറിക്സ് പോലും പഠിക്കാതെ ഇവനൊക്കെ പാടാൻ വന്നിരിക്കുന്നത്. സോറി, പ്രതീഷ്. യെസ്, പ്രതീഷാണ്. ഞാൻ ഫാദർ ജെയ്സൺ പറഞ്ഞിട്ട് വന്നതാ. ഒരു കൃഷ്ണനുണ്ണി. അതെ. പക്ഷെ ഫാദർ ഒരാളുടെ കാര്യം മാത്രം പറഞ്ഞോളൂല്ലോ. ഞാൻ ഒരാളേ ഉള്ളൂ. ഈ കൃഷ്ണനും ഉണ്ണിയും ഞാൻ തന്നെ. അപ്പൊ ഈ കൃഷ്ണനുണ്ണിയാ? അല്ല, ഞാൻ പാടാൻ വേണ്ടി വന്നതാ. പിന്നെ പ്രതീഷ് സർ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോ പരിചയപ്പെടാലോ എന്ന് വിചാരിച്ചു. ഈ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നല്ല, ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് ജസ്റ്റ് ഒന്ന് താൻ എന്റെ ഫ്രണ്ട് ആയത് എപ്പോഴാണ്? അത് ഈ ഫ്ലോയിൽ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ഉരുളുണ്ട്. അപ്പൊ ഞാൻ ടാഗ് എടുത്ത് തരാം. നെക്സ്റ്റ് തന്നെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ പടം റെഡി അല്ലേ? അടുത്ത് തന്നെ വിളിക്കാം. അവിടെ. താങ്ക് യു സർ. എന്താടാ ദാമോദര ഇങ്ങനെ കിടന്ന്? ഇവൻ വലിയ പാട്ട് പരിപാടിയിലൊക്കെ ഓഡീഷനൊക്കെ പാസ്സായി ജഡ്ജിമാരൊക്കെ എണീറ്റ് കൈയടിപ്പിച്ചിട്ട് വന്നിരിക്കല്ലേ? എണീറ്റൊന്നും നിന്നില്ല, ഇഷ്ടമായെന്ന് ഇങ്ങനെ കാണിച്ചു. അതൊരു പച്ചക്കൊടിയാടാ. രുക്കുവേടത്തിൽ പറയുന്ന പോലെ ഭാവിയിൽ ഒരു യേശുദാസാകാനുള്ള പച്ചക്കൊടി. എനിക്ക് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഇവനിപ്പം ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടിയിലേക്ക് കയറി കഴിഞ്ഞ സ്ഥിതിക്ക് റിയാലിറ്റി ഷോ എന്തോ ആൾട്രാ, ഇനിയും ആ പ്രൊഡ്യൂസറുടെ ഡ്രൈവറായിട്ട് പോണോ? ഈ പാട്ടിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരെ? ഈ സംവിധായകരെയൊക്കെ പരിചയപ്പെടുത്തും, സിനിമയിൽ പാട്ട് പാടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ വല്ലതും നടന്നു? അതെ, എന്റെ അഭിപ്രായം അത് തന്നെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ ടൈമാന്നേ. അങ്ങേരുടെ കൂടെ നടന്ന് 2 വർഷം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾ വെച്ച് ഞാൻ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയില്ലേ? നീ തൽക്കാലം പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതെങ്ങാനും ക്ലിക്കായാലേ ലൈഫ് ജിങ്കാലാലയാ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? സാറ് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. എന്റെ സമയം തെളിയാതിരുന്ന ഇപ്പോ സാറിന്റെ കുഴപ്പമായോ? എടുപിടിന്ന് അവിടെ നിന്നിട്ട് പോരാൻ പറ്റിയല്ലോ. അത് ശരിയല്ല. പിന്നെ ഞാനൊരു ഓഡീഷൻ പാസ്സായതോളൂ, അല്ലാതെ സിനിമാ പാട്ടുകാരനൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ആവുന്നിടം വരെ നീ ആ ജോലി കളയരുതെന്നാ എന്റെ അഭിപ്രായം. ഒരു ജോലി ഉള്ളത് നല്ലതേട്ടാ. ഞാനൊരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ. അതാ ബെസ്റ്റ്. 5, 6, 7 and
You gotta shine up later. You gotta make it on later. Gotta see you later. My baby, check me അതെ ഇത്ര മസിൽ പിടിക്കേണ്ട ഒരു കാര്യമില്ല. സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ, അതിന് ഇത്ര ബലം പിടിക്കേണ്ട ആവശ്യം എന്താ? അതല്ലേ ബലം പിടിക്കാണ്ടിരുന്ന മതിയല്ലേ? ആ മതി മതി. എന്താ വെച്ചിരിക്കുന്നത്? പൊട്ട സ്റ്റെപ്പ്. തനിങ്ങോട്ട് വന്ന് എന്താ കൃപേഷ്? അല്ല സാറേ, ഷർട്ട് തിന്നാൻ അറിയോ? ഇല്ല. പൊറോട്ട അടിക്കാൻ അറിയോ? ബീഫ് കറി ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല. ഇതെല്ലാം ഞാൻ വൃത്തിയായിട്ടേ. തനിക്കറിയാവുന്ന കാര്യം എനിക്കറിഞ്ഞൂടാ, എനിക്കറിയാവുന്ന കാര്യം തനിക്കറിഞ്ഞൂടാ. ഇപ്പൊ മനസ്സിലായി സാർ. അപ്പൊ ഇനി ഇവിടെ കിടന്ന് ഓവർ സ്മാർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർസിനെ റെസ്പെക്ട് ചെയ്യുന്ന നല്ല കോറിയോഗ്രാഫേഴ്സിനെ ഞാൻ കൊണ്ടുവരും. തന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. വേണ്ട സാർ. സാറിന്റെ ഇഷ്ടം പോലെ കളിച്ചു. പ്രകാശ് സാർ. ആ ഞാനിപ്പോ വരാം. ഈസി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ആയിക്കോട്ടെ സാർ. ശീലമായി പോയി സാർ. ഓ സ്ക്രിപ്റ്റ് ആയിട്ട് വന്നായിരിക്കും അല്ലേ? യെസ്, ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. സാർ ഞാൻ ഒരു കാര്യം പറയുന്നത് കൊണ്ടിട്ട് അഹങ്കാരോടൊന്നും വിചാരിക്കരുത്. എന്താ? ഞാൻ ആകെ 6 പടം ചെയ്തിട്ടുള്ളൂ. അതിൽ 4 പടങ്ങള് 100 days ഓടിയ പടങ്ങളാണ്. ഇപ്പോൾ 2 പടം തിയേറ്ററിലുണ്ട്, ഗംഭീരമായിട്ട് ഓടുന്നുണ്ട്. ദൈവസാഹചന്റെ ഒരു സിനിമയും തുടങ്ങിയിട്ട് നിന്ന് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്ന സാറിന് എന്നെ കൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലേ? എന്റെ ഏത് സിനിമയാണ് വഴി കിടന്നിട്ടുള്ളതെന്നും അന്വേഷിച്ചു നോക്കും. അല്ല സാർ, ഏയ് ഞാൻ കൃപേശനെ തർക്കിച്ച് പറഞ്ഞല്ല. ബട്ട് ബിലീവ് മീ, എന്റെ കുറെ NRI ഫ്രണ്ട്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇതെപ്പ ചെയ്യാമെന്ന് പറ, അത്രേ ഉള്ളൂ. ഫണ്ട് റെഡി. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇൻവെസ്റ്റേഴ്സ് വരും, ഫണ്ട് റൈസ് ചെയ്യുമെന്ന് കേൾക്കാൻ നല്ല സുഖമുണ്ട്. ഇതുപോലെ നടക്കുമോ? പ്രകാശ് സാറ് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു റിയൽ പ്രൊഡ്യൂസറാണ്. ഇങ്ങനത്തെ ഒരു തകരാൻ പാടില്ല. കൃപേഷ് എന്തായാലും ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കും. തൻ്റെ സ്ക്രിപ്റ്റ് അല്ലേ, വായിക്കാനൊന്നുമില്ല. സാർ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം പൈസ ബാങ്കിലിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്നൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അഹങ്കാരമോ സാർ? ഒരിക്കലും. ഓക്കെ, എന്നാ നമുക്ക് ഇരിക്കാം സാർ. അരുൺ, ജിബി സാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ടഫായിട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് കാണിച്ചേ. പുല്ല് സാർ എന്നെ സമ്മതിച്ചു. ഇങ്ങനെയൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് വേറെ ആളെ നോക്കാം. ഞാനിപ്പോ ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസർ അല്ലല്ലോ. അതുകൊണ്ട് എവിടെ ചെന്നാലും ടോർച്ചറിങ്ങും ഓവർ റൂളിങ്ങും ഒക്കെ ഉണ്ടാവും. ഇയാളെ വെച്ച് പടം ചെയ്താൽ ഇപ്പൊ നമ്മൾ സേഫാ. അത്യാവശ്യം സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ട്, ഓഡിയൻ ഉണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ പടം തീരും. എന്നാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ അയാളുടെ നിലനിൽപ്പിനെ കുറിച്ച് ബോധേഡാവുന്നു. അങ്ങനെ കണ്ടാൽ മതി. പിന്നെ അരുൺ, നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് ഈ ഈഗോയും ദുരഭിമാനവും ഒക്കെ മടക്കി പോക്കറ്റ് വെക്കുന്നതാണ് നല്ലത്. അനുഭവത്തിൽ നിന്ന് പറയുക.